സജീവൻ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇന്ന് ഇതേ തുടർന്ന് ഈ സംഭവ പശ്ചാത്തലത്തിലാണ് KT ജലീൽ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം നടത്തിയത്. മുസ്ലിം ലീഗിനെതിരെ ഒരു വലിയ കടന്നാക്രമണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ PK ഫിറോസിനെതിരെ അദ്ദേഹം പറഞ്ഞു, PK ഫിറോസിന് അറിയാമായിരുന്നു സഹോദരൻ്റെ ഈ നില, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന നില, ഒപ്പം തന്നെ അതിൻ്റെ ഇടനിലക്കാരനാണ് എന്ന നില അറിയാമായിരുന്നു. അത് അധികാരികളെ അറിയിക്കേണ്ടതായിരുന്നു. അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അതിന് പാർട്ടിയും അദ്ദേഹവും മറുപടി പറയണം എന്ന് പറഞ്ഞു തുടങ്ങിയ ആ പത്രസമ്മേളനം പിന്നെ മുന്നോട്ട് പോയത് ലീഗിൻ്റെ ധാർമ്മിക തകർച്ചയിലേക്കാണ്. അത് ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തുന്നവരുടെ പാർട്ടിയായി മാറിയിരിക്കുന്നു. ഒറ്റപ്പെട്ട ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട്, ഒപ്പം തന്നെ സ്വകാര്യ ട്രസ്റ്റുകൾ ഉണ്ടാക്കുക, അതിൽ പാണക്കാട്ടെ തങ്ങൾമാരിൽ ഒരാളെ അധ്യക്ഷനാക്കുക, അതിൻ്റെ പേരിൽ പിരിവ് നടത്തുക, ആ പിരിവ് കൊടുത്ത മനുഷ്യരെ വഞ്ചിക്കുക, അങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം കള്ള ട്രസ്റ്റുകളിൽ നിന്ന് തങ്ങൾമാർ പിന്മാറണം, അവരെ ഉപകരണങ്ങളാക്കിക്കൊണ്ട് കൊള്ള നടത്തുകയാണ് എന്ന് പറഞ്ഞു. സ്വാഭാവികമായും വയനാട്, ഒപ്പം തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ, അങ്ങനെ തട്ടിപ്പിൻ്റെ പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ സംഭാവന ആഹ്വാനങ്ങളോട് അവരുടെ എല്ലാ സംഘടനകളും ഇത്തരത്തിൽ ചെയ്യുകയാണ്. അവരുടെ സംഭാവന ആഹ്വാനങ്ങളോട് ലീഗ് അണികൾ നിസ്സഹകരിക്കണം എന്ന് പറഞ്ഞു. ലീഗ് അനുയായികൾ നേതാക്കളോട് ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞു. പള്ളിക്കാട്ടിൽ സലാം കൊടുക്കുന്നത് പോലെയാണ് മുസ്ലിം ലീഗിന് പണം കൊടുക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പത്രസമ്മേളനം, താങ്കൾ ഒരുപാട് പത്രസമ്മേളനങ്ങൾ പതിറ്റാണ്ടുകളായി കണ്ട ഒരു മാധ്യമപ്രവർത്തകനാണ്. ആ പത്രസമ്മേളനം ഉയർത്തുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെന്താണ് സജീവൻ? KT ജലീൽ നടത്തിയുള്ള പത്രസമ്മേളനത്തിലെ ഏറ്റവും പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് വന്നിട്ടുള്ള അപജയമാണ്. ഞാനിവിടെ പറഞ്ഞു തുടങ്ങുന്നത് ഷുക്കൂർ വക്കീൽ പറഞ്ഞ പ്രസക്തമായിട്ടുള്ള ഒരു വാചകം ആവർത്തിച്ചുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, മുസ്ലിം ലീഗിന് പണ്ട് കാലത്ത് മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് വളരെ കൃത്യമായിട്ടൊരു നിലപാടുണ്ടായിരുന്നു. അവർ അനാവശ്യമായിട്ട് രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ജനം ശ്രദ്ധിക്കുന്ന രീതിയിലുള്ളതാണ്. ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. വളരെ കടുത്ത രൂപത്തിലുള്ള ഡീജനറേഷൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന ആ പാർട്ടിക്ക് എന്നുള്ളതായിട്ടും അതാണ് അദ്ദേഹം പറഞ്ഞ രക്തം ചുരുക്കം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്ന പോലെ പറയേണ്ട കാര്യങ്ങൾ അതിശക്തമായിട്ട് പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിന്റെ നേതാക്കന്മാർ അങ്ങനെയായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, CH സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുള്ള ആളാണ്. കാരണം ഈ മുസ്ലിം ലീഗ് ചത്ത കുതിരയാണെന്ന് പറഞ്ഞപ്പോ ഒട്ടും വൈകാതെ തന്നെ അതിന് മറുപടി കൊടുത്തു. പക്ഷെ ആ മറുപടിക്ക് ഒരു മാന്യതയുണ്ടായിരുന്നു. ആ മറുപടി വളരെ കൃത്യമായ രൂപത്തിൽ കുറുക്കി കൊള്ളുന്ന മറുപടിയായിരുന്നു. അതിനപ്പുറത്തേക്ക് കടക്കാൻ പാടില്ലാത്ത ഘട്ടത്തിലേക്ക്, വ്യക്തിപരമായ ആ ആക്ഷേപത്തിലേക്കൊന്നും CH പോലുള്ള ആളുകൾ പോയിരുന്നില്ല. അതാണ് മുസ്ലിം ലീഗിന്റെ പഴയ കാലത്തെ പാരമ്പര്യം. പാണക്കാട് കുടുംബം നമുക്കറിയാം, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്തൊക്കെ അദ്ദേഹം അനാവശ്യമായ ഒരു വാക്ക് പോലും പറയാറില്ല. വളരെ ബാബരി മസ്ജിദ് തകർച്ചയുടെ ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ പ്രതികരണം, ആ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന പല നേതാക്കളും, ദേശീയ പ്രസിഡന്റ് ആയിരുന്ന ആൾ പോലും വളരെ വികാരപരമായിട്ട് പ്രതികരിച്ചപ്പോ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രതികരിച്ചിട്ടുള്ള ആളായിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് മാറിയിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം വരുന്നത്. അത് നമുക്കറിയാമല്ലോ. ഇപ്പൊ ബിനീഷിന്റെ ഈ പ്രസ്താവന, അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ പറയുന്ന കാര്യമാണ് ഏറ്റവും പ്രശ്നം, പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടെ ഇപ്പോ PK ഫിറോസ് സ്വന്തം സഹോദരനെ ഈ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ അത് വേറൊരു വ്യക്തിയാണ്, എന്റെ സഹോദരൻ വേറൊരു വ്യക്തിത്വമാണ്, ഞാൻ വേറൊരു വ്യക്തിത്വമാണ് എന്ന രീതിയൊക്കെ ശരിയാണ്. PK ഫിറോസിനെ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ സഹോദരനെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചു നിർത്താനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷേ അങ്ങനെ പറയുന്ന ആളുകൾ മറ്റുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോഴും ഇതൊരു വ്യക്തിത്വമാണ് എന്നുള്ള രീതി, വേറൊരു വ്യക്തിത്വമാണ് എന്ന രീതിയിൽ കാണേണ്ടിയിരുന്നില്ലേ? ബിനീഷ് കോടിയേരിയെ അന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം രൂപത്തിൽ നമ്മളൊരിക്കൽ പോലും കോൺഗ്രസിന്റെ ഭാഗത്ത് ഒരുപക്ഷെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷെ ലീഗിന്റെ ഭാഗത്ത് നിന്ന് പഴയ ലീഗിന്റെ പാരമ്പര്യം വെച്ചുകൊണ്ട് ആ രീതിയിൽ കടുത്ത രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. വളരെ രൂക്ഷമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളെല്ലാം ഉണ്ടായത്. ഒരാളെ കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ, കോടതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതല്ലല്ലോ.
നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേന്ദ്ര ഏജൻസികൾ എന്തെല്ലാമാണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത് എന്നുള്ള കാര്യം അത് ഓരോ സംസ്ഥാനത്തും, കേരളത്തിൽ മാത്രമല്ല, LDFന്റെ ഭാഗത്ത് മാത്രമല്ല, LDFനെതിരെ മാത്രമല്ല, CPMനെതിരെ മാത്രമല്ല, കോൺഗ്രസിനെതിരെ ഉൾപ്പെടെ അതിരൂക്ഷമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ ഒരു കേന്ദ്ര ഏജൻസി ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ തുറുങ്കിലടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് സ്ഥാപിക്കപ്പെട്ട കുറ്റമാണോ അല്ലേ എന്നുള്ളതിന് അത് കണ്ടെത്തുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തെ കുറ്റവാളിയായിട്ട് വളരെ മോശമായിട്ട് നികൃഷ്ടനായിട്ടും നീചനായിട്ടും ചിത്രീകരിക്കുക മാത്രമല്ല അദ്ദേഹത്തിന്റെ പിതാവിനെതിരെ അതിരൂക്ഷമായ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുക. ഒരാളിപ്പം ഈ ഫിറോസ് പറയുന്ന ഈ പ്രശ്നമുണ്ടല്ലോ, അതൊരു വ്യക്തിത്വമാണ്, എന്റെ അനുജൻ വേറൊരു വ്യക്തിത്വമാണ്, ഞാൻ വേറെ വ്യക്തിത്വമാണെന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം അവിടെയും വേണ്ടിയിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത കാലത്തുള്ള കാര്യം പറയാം. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകള് വേറൊരു സ്ഥാപനവുമായിട്ട് അവർ നടത്തിയിരുന്ന ഒരു സ്ഥാപനം വേറൊരു സ്ഥാപനമായിട്ട് ഉണ്ടാക്കിയുള്ള ഉടമ്പടി, അത് ആ കരാറ് എന്ത് രീതിയിലെ കരാറാണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അത് അറിയുന്നതിന് മുമ്പേ തന്നെ കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ കേസെടുക്കുന്നു, അല്ലെങ്കിൽ നടപടികളിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോഴേക്ക് തന്നെ നേരെ ഭീകരമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് വരുന്നു. അതിൽ കോൺഗ്രസ്സുകാർ ചെയ്താലും യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്താലും നമുക്ക് പക്ഷേ മനസ്സിലാക്കാം അവർ ചെയ്യുന്നൊരു പണ്ട് മുതലേ ചെയ്തു വന്ന രീതിയാണ്. പക്ഷെ ലീഗിന്റെ ഭാഗത്താണ് അത് ഭീകരമായിട്ട് ഉണ്ടാവുന്നത്. ഈ പ്രത്യേകിച്ച് യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാവുന്നത്. മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും സംയമനം പാലിച്ച പല ഘട്ടങ്ങളിൽ അവർ പ്രതികരിക്കുമ്പോൾ സംയമനം പാലിച്ചപ്പോൾ അതിനെയൊക്കെ തകർക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ യുവ നേതാക്കന്മാരുടെ ഭാഗത്ത് ഉണ്ടാവുന്നു. ഇതാണ് പ്രശ്നം. കാരണം ഇപ്പോഴാണ് ഞാൻ വേറെ വ്യക്തിത്വമാണ്, എന്റെ സഹോദരൻ വേറെ വ്യക്തിത്വമാണെന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ അവർ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഈ രീതിയിലാണ്. രണ്ടാമത്തെ കാര്യം ജലീൽ പറഞ്ഞ സ്വന്തം വീട്ടിനകത്ത് ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്യുന്നുവെന്ന് ബോധ്യമുണ്ടെങ്കിൽ, എനിക്കറിയില്ല ഫിറോസിന് അത് അറിയാമായിരുന്നില്ലെന്നുള്ള കാര്യം അറിയില്ല, ഞാനൊക്കെ അങ്ങനെ ആരോപിക്കുന്നില്ല. അങ്ങനെ അറിയാമായിരുന്നുവെങ്കിൽ ഫിറോസിന്റെ തന്നെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത് എന്റെ സഹോദരൻ എനിക്കെതിരെ തന്നെ ഇട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടാൽ അറിയാം അദ്ദേഹം എനിക്ക് അനുകൂലമല്ല, എന്റെ രാഷ്ട്രീയത്തിന് അനുകൂലമല്ല എന്നൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സ്വന്തം സഹോദരന്റെ നിലപാടിനെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് അത് പുറത്ത് അറിയിക്കേണ്ടതാണ്. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ താൻ തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, തന്നോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത്, അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും പാഠമായിട്ട് ഇത് മാറണം. തന്റെ എതിരാളി, തന്റെ എതിർ പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ അതിരൂക്ഷമായ രൂപത്തിൽ പോരാടുക, അതിനെതിരെ വിമർശിക്കുക, അതിനെ ആക്രമിച്ച് തകർക്കാൻ ശ്രമിക്കുക എന്നൊരു രീതി അതുണ്ടാവുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനകത്ത് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു കാര്യം, അത് ഷുഗർ വക്കീൽ പറഞ്ഞുകൊണ്ടുകൂടി പറയണം. ഈ ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കുന്നതിൽ ലീഗ് നേതാക്കന്മാർക്ക് നല്ല പങ്കില്ലേ? അത് പണ്ട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്തോ ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലത്തോ ഒന്നും ഉണ്ടാവുമായിരുന്നില്ലല്ലോ. വളരെ കൃത്യമായ രൂപത്തിൽ ഒരുമിച്ച് പോയിരുന്ന, ഒരേ മനസ്സായി പോയിരുന്ന, പരസ്പരം അതിൽ സമസ്തയിൽ പല പാർട്ടിയിൽപ്പെട്ട ആളുകളുണ്ട്. പക്ഷെ ലീഗുമായിട്ട് ഒരിക്കൽ പോലും പ്രശ്നങ്ങളിലേക്ക് സമസ്ത പോയിരുന്നില്ല, സമസ്തയുമായിട്ട് ഒരു പ്രശ്നത്തിലേക്ക് പോയിരുന്നില്ല. പക്ഷെ പിന്നീട് ഓരോ ഘട്ടത്തിൽ CAC പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത് വരുന്നു. അതിന് കാരണം ഈ അതിവൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ചില നേതാക്കന്മാരാണ്. ഇപ്പൊ ഈ പ്രശ്നമാണ് ഈ വളരെ കൃത്യമായിട്ടും പക്വമായിട്ട് പ്രതികരിച്ചിരുന്ന ഒരു നേതൃത്വം ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിന് അതല്ലാത്ത രൂപത്തിലേക്ക് പോകുന്നു. അതിന്റെ ഒരു തിക്താനുഭവം ഇപ്പൊ അവർക്ക് നേരെ തന്നെ വരുമ്പോൾ ഞാൻ വേറെ വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ പഴയ കാര്യങ്ങളൊക്കെ ബിനീഷ് ചെയ്ത പോലെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.